ക്വസ്റ്റ്യൻ നമ്പർ 18 ട്രിഗണോമെട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ വാല്യൂ ഓഫ് കൊസീക് 10 ഡിഗ്രി മൈനസ് √3 സീക് 10 ഡിഗ്രി ഈസ് ഈക്വൽ ടു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യം എടുക്കാം. കൊസീക് 10 ഡിഗ്രി മൈനസ് √3 ഇൻറ്റു സീക് 10 ഡിഗ്രി അല്ലെ, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരു കാര്യം ചെയ്താലോ മക്കളെ, ആ കൊസീക് 10 ഡിഗ്രി എന്നുള്ളതിനെ 1/sin 10 ഡിഗ്രി എന്ന് എഴുതുന്നു. മൈനസ് അതുപോലെ തന്നെ സീക് 10 ഡിഗ്രിയെ 1/cos 10 ഡിഗ്രി എന്ന് എഴുതി. ഇവിടെ വെച്ച് നമുക്ക് cos 10 ഡിഗ്രി മൈനസ് √3 sin 10 ഡിഗ്രി ഡിവൈഡഡ് ബൈ sin 10 ഡിഗ്രി ഇൻറ്റു cos 10 ഡിഗ്രി എന്ന് എഴുതാമല്ലോ. ശരിയല്ലേ മക്കളെ? അല്ലേ? ഒരു കാര്യം ചെയ്യാം, ന്യൂമറേറ്ററിൽ ഒരു 1/2 മൾട്ടിപ്ലൈ ചെയ്ത് ചേർക്കാം. പക്ഷെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു 2 ഇൻറ്റു എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ വാല്യൂവിന് വ്യത്യാസം ഉണ്ടാകും. ശരിയല്ലേ? അപ്പോൾ ഒരു 2 ഇൻറ്റു 1/2 ന്യൂമറേറ്ററിൽ കൊടുത്തു. അപ്പോൾ 1/2 കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 ഇൻറ്റു cos 10 ഡിഗ്രി മൈനസ് √3/2 ഇൻറ്റു sin 10 ഡിഗ്രി എന്നാണ് കിട്ടുക. അപ്പം ഞാൻ എന്താ ചെയ്തേ, ന്യൂമറേറ്ററിൽ ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. പക്ഷേ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് മുൻപിൽ തന്നെ ഒരു 2 ഇൻറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ടാലി ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ മക്കളെ? ഇനി ഞാൻ ഡിനോമിനേറ്ററിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ 2 sin 10 ഡിഗ്രി ഇൻറ്റു cos 10 ഡിഗ്രി ആയിട്ട് മാറും. ശരിയല്ലേ? പക്ഷേ വെറുതെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല, വാല്യൂ ചേഞ്ച് ആകും. അപ്പോൾ അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യണം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് മുൻപിൽ ഒരു 1/2 കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ കൊടുത്താൽ മതിയാകും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ശരിയല്ലേ? ഓക്കെ. ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ന്യൂമറേറ്റർ നോക്കിയേ മക്കളെ. ന്യൂമറേറ്ററിൽ ആദ്യം ഇവിടെ ഒരു 1/2 കാണുന്നുണ്ടല്ലോ. ആ 1/2 പകരം ഞാൻ sin 30 ഡിഗ്രി എന്ന് എഴുതുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് sin 30 ഡിഗ്രി ഇൻറ്റു cos 10 ഡിഗ്രി മൈനസ് അടുത്ത √3/2 പകരം ഞാൻ cos 30 ഡിഗ്രി എന്ന് എഴുതുന്നു. cos 30 ഡിഗ്രി √3/2 തന്നെയാണല്ലോ, ഇൻറ്റു sin 10 ഡിഗ്രി ഡിവൈഡഡ് ബൈ 1/2 ഇൻറ്റു അതുപോലെ ഇത് 2 sin a cos a എന്നുള്ള മോഡലല്ലേ, sin 2a എന്ന് വരില്ലേ. അപ്പോൾ അത് ചേർത്തിട്ട് എനിക്ക് sin 2a അതായത് sin 2 ഇൻറ്റു 10 ഡിഗ്രി എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു ആ ഡിനോമിനേറ്ററിലുള്ള 1/2 തിരിച്ച് ന്യൂമറേറ്ററിൽ പോയി 2 ആയിട്ട് മാറത്തില്ലേ. ന്യൂമറേറ്ററിൽ ഓൾറെഡി ഒരു 2 ഉണ്ട് താനും. അപ്പോൾ ഈ 2 2കളും കൂടെ ചേർന്നിട്ട് 4 ആയിട്ട് മാറും. 4 ഇൻറ്റു ഇനി നോക്കിയേ മക്കളെ, ഈ ബ്രാക്കറ്റിനകത്തുള്ള ഒന്ന് വായിച്ചു നോക്കടാ. എന്താ അത്? sin x cos y മൈനസ് cos x sin y മോഡലല്ലേ, sin ഓഫ് x മൈനസ് y. അപ്പോൾ 4 ഇൻറ്റു sin ഓഫ് x മൈനസ് y 30 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ sin 20 ഡിഗ്രി എന്ന് വരും. ഉറപ്പാണല്ലോ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു sin 30 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്രയാ? sin 20 ഡിഗ്രി ആണ്, ഡിവൈഡഡ് ബൈ sin 20 ഡിഗ്രി. അപ്പോൾ sin 20 ഡിഗ്രികൾ ക്യാൻസൽ ചെയ്തിട്ട് ഫൈനൽ ആൻസർ നമുക്ക് എത്രയാണ് കിട്ടുക? 4 എന്ന് കിട്ടും. ഓപ്ഷൻ 1.